ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. അതിനു മുമ്പായിട്ട് ആവശ്യം വന്നില്ല, ഇപ്പോഴല്ലേ ഡീലുണ്ടായത്. തന്നെ പറഞ്ഞു പിണറായി വിജയന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം. ചെന്നിത്തലിന്റെ പറഞ്ഞിട്ടുണ്ടാവും, അപ്പൊ ഉടനെ പക്ഷെ അത് നടന്നില്ല. എന്നിട്ട് പറഞ്ഞു നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞു, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാൻ. ചെന്നിത്തലിനെ കൊടുക്കാൻ നോക്കിയ പ്രതീക്ഷ നടന്നില്ല. ഉൾപ്പെടെയുള്ള ആളുകൾ വരെ വന്നു. വല്ലാത്ത ജാതി. എന്തായാലും നിങ്ങള് ആദ്യം നിന്നൊക്കെ കയറിയെന്ന് അറിയുമ്പോ നമുക്കൊരു സന്തോഷമുണ്ട്. നിങ്ങൾ ആ ചിരി കാണുമ്പോ തന്നെ അറിയുന്നുണ്ട് വീഡിയോ മനസ്സിലായിട്ടില്ലേ, മൂപ്പർ നിങ്ങളെ കളിയാക്കിയതാണ്, മനസ്സിലായിട്ടുണ്ടാവും ഇരുത്തുണ്ട്. എന്തായാലും നിങ്ങൾ അതിനൊക്കെ നോർമലായിട്ട് ശരിക്ക് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ആ ഒരു ചിരിയും കളിയൊക്കെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ അതിന് മനസ്സ് ചിന്നിപ്പോയില്ലല്ലോ. ഞാൻ സത്യത്തിൽ നിങ്ങളൊക്കെ ബുദ്ധിമുറിഞ്ഞു കണ്ട ആ ലെവലിക്കൊക്കെ നിങ്ങൾ കാണേണ്ടിയിരുന്നു. ഞാൻ എത്തിയിരുന്നു ആ ലെവലിക്ക് അയക്ക് കാര്യങ്ങൾ എത്തിയില്ല. എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്കൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞു. UDF വിജയാഘോഷ പരിപാടിയിൽ ഇങ്ങനെയൊക്കെ അനുമോദിക്കുന്നുണ്ട് എന്ന് ന്യൂസ് ഞാൻ കേട്ടു. ഓരോ രാജ്യത്തെ ഇവിടുത്തെ ഇപ്പോൾ ഒന്ന് നിങ്ങളാണ്, പിന്നെ GCC ആസ്ഥാന കമ്മി ഇവിടെയാണല്ലോ തിരൂര്. കാരണം UDF വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച ആളുകളിൽ ഒന്നും നിങ്ങളൊക്കെ എത്രേ, ഞങ്ങൾ കണ്ടെത്തിയതല്ല, നിങ്ങളെ കമ്മിറ്റികൾ പറഞ്ഞാണെന്നാണ്. സൈബർ സഖാക്കള് UDF വല്ലാത്ത മറ്റേ ഇതുണ്ടാക്കി മൈലേജ് ഉണ്ടാക്കി കൊടുത്തു എന്നാണത് വീഡിയോ. അപ്പം അതിനുള്ളൊരു അനുമോദന കണക്കൊക്കെ പല ഭാഗത്തുണ്ട്. ദുബായിൽ ജാസിക്കും കുഞ്ഞാവക്കും അത്രേ. സഖാവ് ജാസിയും കുഞ്ഞാവയുള്ള പൗത്ത ആൾക്കാർ ദുബായിത്തെ. ഇവിടെയാണ് ട്രെൻഡ്, ആസ്ഥാന കമ്മി ഇറക്കണം ഇവിടെയാണ്. ശലാം തിരൂര്. അതിൻ്റെ ആയങ്ങളും ഉണ്ട് കേട്ടോ. അയമക്ക് ഒരു നഖത്ത് ഇതിമ വെച്ചാണ്ട് പൂട്ടാന്ന് നമ്മൾ പറയില്ലേ, രണ്ടും അതിന് പറ്റിയ ടീമാണ്. ഒരു ഭാഗത്ത് സലാം തിരൂരിന് ഒരു ഭാഗത്തും കളി വെച്ചുകൊണ്ട് പൂട്ടാം. എന്തായാലും പൊളിക്കും. ആ പരിപാടിക്ക് പരിപാടി നമ്മളൊന്ന് ഉഷാറാക്കണം. എന്തായാലും നിങ്ങളെ നേതാക്കന്മാർ നിങ്ങളെ സംസ്ഥാന കമ്മിറ്റിന്റെ ഇതിൽ വിലയിരുത്തല് അത് എന്തായാലും ഉഷാറായി. നിങ്ങൾക്കൊക്കെ അടുത്ത പ്രാവശ്യം ഒരു നടപടി വരുന്നുണ്ട് എന്നാണ് ന്യൂസ് കേൾക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഒരു വിലക്കുണ്ടാവും വീഡിയോ ചെയ്യുന്നതിനും കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെയാണ് നിങ്ങളങ്ങനെ അയച്ചു വിട്ടത് അത്രേ തോൽവിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. വേറെന്താ വർത്താനം, സുഖല്ലേ? എന്തായാലും നിങ്ങളിങ്ങനെ ഹാപ്പി ആയി കണ്ട തന്നെ വലിയൊരു തന്നെയാണ്. അത് നിങ്ങളെ ട്രോൾ ചെയ്താട്ടോ മൂപ്പരെ. അത് മനസ്സിലായിട്ടുണ്ടാവുമോ എനിക്കറിയില്ല. ഇതൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും മതിയുമ്പോൾ കെട്ടിമറിയില്ല. ഇപ്പോൾ ഈ ഇതിനുമങ്ങനെ കെട്ടി ഈ വില പിന്നാലെ ഇങ്ങനെ കെട്ടിമറിയാൻ വരൂല നിങ്ങൾ. മനസ്സിലാൻ സാധ്യത കുറവാണ്. എനിവേ മനസ്സിലായാലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും അത് നിങ്ങളെ കളിയാക്കിയതാണ്. വഴി ഞങ്ങൾക്ക് വരുന്നുണ്ട് അനുമോദനങ്ങളുടെ പുച്ചണ്ടുകൾ സ്വീകരിക്കാൻ റെഡി ആയിക്കോളി.